മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മെയ് മാസത്തെ ഫൈനൽ എക്സാം കലണ്ടർ എത്തിയൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഡിഗ്രി പ്രിലിംസ് 3 ഘട്ടങ്ങളിലായിട്ടാണ് ഡിഗ്രി പ്രിലിംസ് നടക്കാൻ പോകുന്നത്. നമുക്ക് ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇവിടെ നോക്കാം, 3 ഘട്ടങ്ങളിലുള്ള ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയുടെ ആദ്യ 2 ഘട്ടങ്ങൾ 2026 മെയ് മാസത്തിലും 3-ാം ഘട്ടം 2026 ജൂൺ മാസത്തിലും നടത്തപ്പെടുന്നതാണ്. അപ്പോൾ എക്സാം കലണ്ടറിന്റെ ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട്. മെയ് 2-ന് 1-ാം ഘട്ടം നടക്കാൻ പോവുകയാണ്. മെയ് 16-ന് 2-ാം ഘട്ടം നടക്കാൻ പോകുന്നു. ഇനി 3-ാം ഘട്ടം നടക്കാൻ പോകുന്നത് ജൂൺ മാസത്തിലാണ്. അപ്പൊ നമുക്ക് കലണ്ടർ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് കിടപ്പുണ്ട് SBCID എക്സൈസ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ബൈ ട്രാൻസ്ഫർ സബ് ഇൻസ്പെക്ടർ, അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്, പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2, സബ് ഇൻസ്പെക്ടർ ആംഡ്, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓപ്പൺ ട്രെയിനിങ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് ജയിലർ, അതേപോലെ തന്നെ നെക്സ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്. പിന്നെ അങ്ങനെ ആ ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് നടക്കാൻ പോകുന്നത് മെയ് 2-നാണ്. അപ്പൊ അതിന്റെ ഹോൾ ടിക്കറ്റ് വരാൻ പോകുന്നത് ഏപ്രിൽ 18-നാണ്. ഹോൾ ടിക്കറ്റ് വരാൻ പോകുന്നത് 18/4/2026 ഹോൾ ടിക്കറ്റ് വരാൻ പോകുന്നു. അതിന്റെ ഫസ്റ്റ് ഘട്ടം മെയ് 2-ന് നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ, താഴേക്ക് പോകുമ്പോൾ നേരെ നോക്കുക, മെയ് 16-ലേക്ക് നമുക്ക് പോവാം. മെയ് 16 നോക്കുമ്പോൾ അതിന്റെ 2-ാം ഘട്ടം നടക്കാൻ പോകുന്നത് മെയ് 16-നാണ്. 2-ാം ഘട്ടം നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മെയ് 16-ലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് നീങ്ങുന്നില്ല. യെസ്, മെയ് 16 എത്തി. മെയ് 16-ന് 2-ാം ഘട്ടം നടക്കാൻ പോവുകയാണ്. അതിന്റെ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് 2/5/2026 അതിന്റെ അഡ്മിറ്റ് കാർഡ് വരും. 2-ാം ഘട്ടം എക്സാം നടക്കാൻ പോകുന്നത് മെയ് 16-നാണ്. പക്ഷേ നമ്മൾ ഈ എക്സാം കലണ്ടർ നോക്കുമ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഇവിടെ കൊടുത്തിട്ടില്ല. കാരണം ഇന്നലെയായിരുന്നു അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. എനിക്ക് തോന്നുന്നു PSCക്ക് പെട്ടെന്ന് അത് സോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഓരോ പരീക്ഷയ്ക്കും എത്ര പേരാണ് അപ്ലൈ ചെയ്തത് അതും കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കോമ്പറ്റീഷൻ എത്രമാത്രം വരും ആ ഒരു ധാരണ നമുക്ക് കിട്ടിയേനെ. ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ 3,95,000 ആൾക്കാരാണ് അപ്ലൈ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 3 ലക്ഷം ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തു കാണും. അതിനകത്ത് ഒരു 2.25 ലക്ഷം 2.5 ലക്ഷം ആൾക്കാർ എക്സാം എഴുതും. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, അത് കഴിഞ്ഞ 23-ന് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ നടക്കാൻ പോവുകയാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്കും കൂടെ നമുക്കൊന്ന് പോവാം. 23-ലേക്ക് പോകുമ്പോൾ, യെസ്, 23 സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ നടക്കാൻ പോകുന്നു. അപ്പൊ അതിന്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഇവിടെ കിടപ്പുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസർ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഡീറ്റെയിൽ കിടപ്പുണ്ട്. ഫസ്റ്റ് NCA കിടപ്പുണ്ട്. NCA കഴിഞ്ഞാൽ അടുത്ത് തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 15,657 പേരാണ് കൺഫർമേഷൻ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഞാൻ കൂടുതൽ അത് വായിക്കുന്നില്ല, അത് മറ്റൊരു സെഷനായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിഗ്രി പ്രിലിംസ് 3 ഘട്ടങ്ങളായിട്ട് നടക്കാൻ പോകുന്നു. ഫസ്റ്റ് ഘട്ടം നടക്കാൻ പോകുന്നത് മെയ് 2-നും, 2-ാം ഘട്ടം നടക്കാൻ പോകുന്നത് മെയ് 16-നും, 3-ാം ഘട്ടം നടക്കാൻ പോകുന്നത് ജൂണിലുമാണ് 3-ാം ഘട്ടം നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും. ഇപ്പൊ പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ ആദ്യമായിട്ട് എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ എനിക്ക് എന്നായിരിക്കും എക്സാം, മെയ് 2-നാണോ മെയ് 16-നാണോ അതോ ജൂണിനാണോ എനിക്ക് എക്സാം വരുന്ന ആ ഒരു കൺഫ്യൂഷൻ കാണും. മക്കളെ, ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് എപ്പോഴായിരിക്കും എക്സാം. അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ തീയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. അതായത് മെയ് 2-ന് എക്സാം ഉള്ളവർക്കെല്ലാം തന്നെ ഏപ്രിൽ 18-ന് അഡ്മിറ്റ് കാർഡ് വരും. അതേസമയം മെയ് 16-ന് എക്സാം ഉള്ള എല്ലാവർക്കും മെയ് 2-ന് അഡ്മിറ്റ് കാർഡ് വരും. സോ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നിങ്ങളുടെ മുമ്പിൽ 42 ദിവസങ്ങളുണ്ട്. ഈ 42 ദിവസങ്ങൾ നിങ്ങൾ കത്തിക്കാൻ തയ്യാറാണെങ്കിൽ, തീയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ കൂടെ കൂടിക്കോളാം. നാളെ സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി പ്രിലിംസ് ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കില്ലർ 2.0 എന്ന ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിഗ്രി പ്രിലിംസ് ക്രാഷ് പ്ലസ് മെയിൻസ് ബാച്ച് നാളെ വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ആവശ്യമുള്ള ടോപ്പിക്കുകൾ മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. GK ഏരിയ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 50 ടോപ്പിക്കുകൾ മാത്രം. ഇനി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഫുൾ അതിനകത്തുണ്ട്. കാര്യം അതിനകത്തൊന്നും സ്കിപ്പ് ചെയ്യാനില്ല. സോ ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് ഈ പ്രിലിംസ് എക്സാമിനെ ക്രാക്ക് ചെയ്യാം. അതിനുശേഷം മെയിൻസ്, ഫുൾ മെയിൻസിന്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടും. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അങ്ങനെ ഫുൾ മെയിൻസിന്റെ, പിന്നെ അസിസ്റ്റന്റ് ജയിലർ, ആ ഫുൾ മെയിൻസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്ന് വെച്ചാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കാറ്റും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സും ഒഴിച്ചുള്ള ബാക്കി മെയിൻസിന്റെ ഫുൾ ക്ലാസ്സസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ നന്നായിട്ട് അത് മെയിൻസ് നമുക്ക് സമാധാനത്തോടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നാളെ വൈകുന്നേരം 5 മണി നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിൽ കാണാം. ഓക്കെ, ക്ലാസ്സിൽ കാണാം.